നമസ്കാരം. ഈ വീഡിയോസ് എനിക്ക് ഒരുപാട് പേര് അയച്ചു തന്നു. എനിക്ക് പറയാൻ സമയം കിട്ടിയില്ല. എന്നാൽ ഞാൻ ഇപ്പോഴാണ് ഇത് പറയേണ്ടി വന്നത്. കാരണം ദാണ്ട ഇതൊരു ഓട്ടോറിക്ഷ. ഈ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ഗ്ലാസ് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ഗ്ലാസ് വയ്ക്കുന്നത്? സവാരി കൊണ്ട് പോകുമ്പോഴും ഈ ഓട്ടോറിക്ഷ അല്ലാതെ ഓടിച്ചുകൊണ്ട് പോകുമ്പോഴും ഈ ഗ്ലാസ് ആ ഓട്ടോറിക്ഷയിൽ വേണം. കാരണം അത് നിയമപരമായി ഓട്ടോറിക്ഷയിൽ ഗ്ലാസ് വയ്ക്കണം എന്നാണ്. അതിനാണ് ഓട്ടോറിക്ഷയിൽ ഗ്ലാസ് രണ്ട് സൈഡിലും വയ്ക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ബാക്കിൽ വരുന്ന വാഹനങ്ങൾ കാണാൻ വേണ്ടിയാണ്. കാരണം ബാക്കിൽ വരുന്ന വാഹനങ്ങൾ നോക്കിയിട്ടാണ് ഓവർടേക്ക് ചെയ്ത് കയറാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയാണ് ഈ ഗ്ലാസുകൾ വച്ചിരിക്കുന്നത്. എന്നാൽ ഇവളൊക്കെ പറയുന്നത് ഇവളൊക്കെ ഓട്ടോറിക്ഷയ്ക്കകത്തിരുന്നപ്പോൾ ആ ഓട്ടോ ഓട്ടിച്ച പയ്യൻ ഗ്ലാസ്സിൽ കൂടി ഒളിഞ്ഞ് ഇവളെയൊക്കെ നോക്കിയെന്നാണ്. എവിടത്തെ ന്യായമാണ് ഇതൊക്കെ? എന്റെ സ്ത്രീകളെ ആരും കണ്ടിട്ടില്ലേ? ഡ്രൈവർമാരും സ്ത്രീകളെ കണ്ടിട്ടില്ലേ? നിന്നെയൊക്കെ പോലെയുള്ള പല പെണ്ണുങ്ങളും ചീലയും തുണിയില്ലാതെ റോഡിൽ കൂടി നടക്കുന്നുണ്ട്. അതുപോലും കാണാൻ ഇവിടെ ആർക്കും സമയമില്ല. പിന്നീടാണ് നിന്നെ ക്ലാസ്സിൽ കൂടി നോക്കുന്നത്. എന്തിനാ ക്ലാസ്സിൽ കൂടി നോക്കുന്നത്? വേണമെങ്കിൽ അവന് തിരിഞ്ഞു നോക്കാം, അല്ലെങ്കിൽ നീയൊക്കെ ഇറങ്ങുന്ന സമയത്ത് നോക്കാം, അല്ലെങ്കിൽ നീയൊക്കെ കയറുന്ന സമയത്ത് നോക്കാം. അതൊന്നും ഇല്ലാതെ നിന്റെയൊക്കെ ചന്തം കാണാൻ വേണ്ടി ഗ്ലാസ്സിൽ കൂടി ഇനി ഒളിഞ്ഞു നോക്കിയേ പറ്റുള്ളൂ എന്നാണ് നീയൊക്കെ വിചാരിക്കുന്നത്. ഇതേപോലെ ഒരുപാട് പെണ്ണുങ്ങളുണ്ട് കേട്ടോ, മലയാളികളും ഉണ്ട്. മനഃപൂർവ്വം ഡ്രൈവർമാരെ നാണം കെടുത്താനും ആണുങ്ങളെ വളരെ മോശമായി പറഞ്ഞ് വൈറലാക്കാനും വേണ്ടി ഇറങ്ങുന്ന പെണ്ണുങ്ങളുണ്ട്. ഒരു മൊബൈലും കൊണ്ട് അങ്ങ് ഇറങ്ങും. ഒരു കാര്യവുമില്ലാതെ ആണുങ്ങളെ പെടലിൽ ചെന്ന് കയറിയിട്ട് അവർക്കൊക്കെ വൈറലാവണം. അതിന് ഈ പാവപ്പെട്ട ആണുങ്ങളെ ഒന്നും ഇരയാക്കരുത് നീയൊക്കെ. ഈ ചെറുപ്പക്കാരൻ പയ്യ എന്ത് ചെയ്തിട്ടാണ്? അവന് എന്ത് വിഷമമാണ്? ഇതൊക്കെ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും അവൻ തെറ്റുകാരനാണെന്ന്. ഒരിക്കലുമല്ല. അവന്റെ ജോലിയാണ് അവൻ ചെയ്യുന്നത്, അവന്റെ ജീവിതമാർഗമാണ്. അപ്പോൾ ഗ്ലാസ് വയ്ക്കാതെ വാഹനങ്ങൾ ഓടാൻ പാടില്ല. അപ്പോൾ ബാക്കി വരുന്ന വാഹനങ്ങൾ നോക്കി വണ്ടി ഓട്ടിക്കാനും വേണ്ടിയാണ് ഈ ഗ്ലാസ് വച്ചിരിക്കണ എന്നുള്ള കാര്യം നിന്നെയൊക്കെ പോലെയുള്ള കാവറകൾ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നമസ്കാരം.